സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ PA ടെന്നി ജോപ്പനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. ജോപ്പനെ പത്തനംതിട്ട സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ചെങ്ങന്നൂർ ജയിലിൽ പാർപ്പിച്ചിരുന്ന ഡെന്നി ജോപ്പനെ രാവിലെ 9 മണിയോടെ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുഹമ്മദ് റൈസിന്റെ വസതിയിൽ ഹാജരാക്കി. തുടർന്ന് ജോപ്പനെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡിൽ വിടാൻ ഉത്തരവിടുകയായിരുന്നു. പത്തനംതിട്ട കോന്നി മല്ലേലി ക്രഷർ യൂണിറ്റ് ഉടമ ശ്രീധരൻ നായർക്ക് സോളാർ പാനൽ നൽകാമെന്ന് പറഞ്ഞ് സരിതാ നായരും ഡെന്നി ജോപ്പനും ചേർന്ന് 40 ലക്ഷം രൂപ തട്ടിച്ചെന്നായിരുന്നു പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420, 34 വകുപ്പുകൾ ചുമത്തി വഞ്ചനാ കുറ്റത്തിനാണ് ഡെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി 6 മണിക്കൂറോളം ജോപ്പനെ ചോദ്യം ചെയ്തു. തുടർന്നായിരുന്നു അറസ്റ്റ്. ശ്രീധരൻ നായരിൽ നിന്നും 40 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തട്ടിയെടുത്തു എന്ന ഗുരുതര കുറ്റമായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായത്. സരിതാ നായർ തട്ടിപ്പ് നടത്തുന്നയാളാണെന്ന് ഡെന്നി ജോപ്പന് അറിയാമായിരുന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തതെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. റിമാൻഡ് ചെയ്യപ്പെട്ട ഡെന്നി ജോപ്പന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇടിക്കുള ഇന്നു തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. യു ഷൈജു, മീഡിയ 1, പത്തനംതിട്ട.